എങ്ങനെയാണ് ഈ രക്ഷാപ്രവർത്തനം ഇപ്പോൾ അവിടെ നടക്കുന്നത്? എന്താണ് അവിടുത്തെ ഒരു സാഹചര്യത്തെ മനസ്സിലാക്കാൻ കഴിയുന്നത്? സംഗീത, ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുകയാണ്. ഇതൊരു വലിയ തരത്തിലുള്ള പ്രതിസന്ധി ഇവിടെ നിൽക്കുന്നുണ്ട്. അതായത് ഈ പുഴയുടെ നടുക്കുള്ള ഒരു ചപ്പാത്താണ്. ആ ചപ്പാത്തിന് ഒരു വശത്ത് നല്ല ഒഴുക്കാണ്. ആ ഒഴുക്കുള്ള വശത്തിലെ ഉണ്ടായിരുന്ന ഒരു ഓവിലൂടെയാണ് ഈ അരുൺ എന്ന യുവാവ് ഈ അപകടത്തിൽ പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഓവ് അടച്ചതിന് ശേഷം അവിടെ ആ വെള്ളം ഒഴുകുന്നത് നിർത്തി അതിനുള്ളിലേക്ക് കയറി ഈ അരുണിനെ അതിനുള്ളിൽ നിന്ന് എടുക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതായത് ആ ഓവ് അടയ്ക്കുന്നതിന് വേണ്ടി അവിടെ ചീർപ്പ് വെച്ച് അത് അടച്ചതിന് ശേഷം, മരം കൊണ്ടുള്ള ചീർപ്പ് വെച്ച് അടച്ചതിന് ശേഷം ആ ഓവിൽ വെള്ളം വരാതാകുന്ന ഘട്ടത്തിൽ അവിടെ ചെന്ന് അതിനുള്ളിൽ ആൾ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് രക്ഷപ്പെടുത്തി എടുക്കാം എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്നത്. നല്ല ഒഴുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് അവിടെ ഇപ്പോഴും ഈ രക്ഷാപ്രവർത്തനത്തിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മന്ത്രി അതോടൊപ്പം തന്നെ ഈ മണ്ഡലത്തിന്റെ MLA കൂടിയായിട്ടുള്ള K കൃഷ്ണൻകുട്ടിയും അതോടൊപ്പം തന്നെ മറ്റ് ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകളും മറ്റ് സാമൂഹിക പ്രവർത്തകരും ഒക്കെ ഈ മേഖലയിലുണ്ട്. പൊതുപ്രവർത്തകരൊക്കെ ഈ മേഖലയിലുണ്ട്. അവർ എല്ലാവരും ചേർന്ന് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുകയാണ്. ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ ഓവിനുള്ളിൽ എന്തെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി വലിയ കോലുകൊണ്ട് അത് കുത്തുകയാണ്. അത്തരത്തിൽ അതിനുള്ളിൽ എന്തെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന് അറിഞ്ഞതിന് ശേഷം അവിടെ പൂർണ്ണമായും വെള്ളം അടച്ച് അവിടെ നിന്ന് ഈ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഏതായാലും ഇപ്പോഴും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ നാട്ടുകാരുമുള്ള അതിനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. അതിനുള്ളിലേക്ക് കടക്കാൻ, അതായത് ഈ ഓവിനുള്ളിലേക്ക് കടന്നാൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകളും അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതാണ് ഈ രക്ഷാപ്രവർത്തനത്തെ ഇത്രത്തോളം സങ്കീർണമാക്കുന്നത്. ഒഴുക്കിൽപ്പെട്ടോ അല്ലെങ്കിൽ മുങ്ങിയോ എന്നതിന് അല്ല ഈ അപകടം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഓവിനുള്ളിൽ ഒരു ആൾ കുടുങ്ങിയിരിക്കുന്നു, അയാൾക്ക് പുറത്ത് കടക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായും അതാണ് അപകടത്തിന്റെ വ്യാപ്തിയെ വലുതാക്കുന്നത്. ഈ ആദ്യം പുറത്തേക്ക് എത്തിച്ച ശ്രീഗൗതത്തെ ഓവിന്റെ ഏത് ഭാഗത്തു നിന്നാണ് പുറത്തേക്ക് എത്തിക്കാൻ സാധിച്ചത്? ആദ്യം കിട്ടിയ ആളെ അവിടെ നിന്ന് പുറകുവശത്ത്, അതായത് താഴ്ഭാഗത്ത്, പുഴയുടെ താഴ്ഭാഗത്ത് ഈ ചപ്പാത്തിന്റെ താഴ്ഭാഗത്തു നിന്നാണ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ ആളാണ് ഈ ഓവിൽ കുടുങ്ങിക്കിടക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോയമ്പത്തൂർ സ്വദേശികളാണ്, തമിഴ്നാട് സ്വദേശികളാണ്. ഇപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞതിനനുസരിച്ച് ആണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. എവിടെയാണ് ആളുണ്ടാവാൻ സാധ്യത എന്ന നിലയിലുള്ള പരിശോധന ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കും. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അതായത് ഈ വെള്ളത്തിൽ കുടുങ്ങിക്കിടപ്പുണ്ടോ, നല്ല ഒഴുക്കുണ്ട്, രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളും പുറകോട്ട് ഒഴുകിപ്പോകുന്നത് നമുക്ക് കാണാം. അങ്ങനെ നല്ല ഒഴുക്കുള്ള ഒരു മേഖലയിലാണ് ഇപ്പോൾ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉള്ളത്. അവർ അവിടെ നിന്ന് ഇപ്പോഴും അവർക്ക് ഏതെങ്കിലും തരത്തിലൊരു സൂചന ലഭിച്ചു എന്ന് നമുക്ക് ഈ ഘട്ടത്തിലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ പുഴയിലെ ഒഴുക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ചപ്പാത്തിന് മുകളിലൂടെയും ഈ ഓവിനുള്ളിൽ, താഴെ ഭാഗത്തുള്ള ഓവിനുള്ളിലൂടെയും വെള്ളം ഒഴുകുന്നുണ്ട്. അതാണ് ഇത്ര ശക്തമായി ഈ മേഖലയിൽ ഇത്തരം വെള്ളം ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഓവിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണോ അതോ ശക്തമായ ഒഴുക്കിൽ ഈ അരുൺ എന്ന യുവാവ് പുറത്തേക്ക് ഒഴുകിപ്പോയോ എന്ന കാര്യമാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. അതിനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തമിഴ്നാട് സ്വദേശികളായ ഈ അപകടത്തിൽപ്പെട്ട ആളുകളുടെ സുഹൃത്തുക്കൾ പറഞ്ഞതനുസരിച്ചാണ് ഇപ്പോൾ ഈ മേഖലയിൽ പരിശോധന നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. അവർക്ക് ഇപ്പോഴും അരുൺ എവിടെയാണ് ഉള്ളതെന്ന് കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യം ഇദ്ദേഹത്തെ ഇനി ഓവിനുള്ളിൽ പരിശോധന നടത്തണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംശയം തോന്നത്തക്ക രീതിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ഈ വെള്ളത്തെ എങ്ങനെ ക്രമീകരിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്? അത് വലിയ രീതിയിൽ അതിന്റെ ആ ഒഴുക്കിനെ ക്രമീകരിച്ചാൽ മാത്രമല്ലേ ഉള്ളൂ അകത്തേക്കുള്ള പരിശോധന കൂടുതൽ വ്യാപിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ? അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാം. അടുത്ത ഓവിൽ സമാനമായി തന്നെ നേരത്തെ ഉണ്ടായിരുന്നത് പോലെ തന്നെ അടുത്ത ഓവിലും എന്തെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ അവിടെ തടസ്സമായി നിൽക്കുന്നുണ്ടോ എന്ന് അറിയാനുള്ള പരിശോധനയാണ് നടത്തുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഓവിലേക്ക് വരുന്ന വെള്ളം പൂർണ്ണമായും തടഞ്ഞു നിർത്തിക്കൊണ്ട് ആ ഓവിനുള്ളിൽ കയറാനുള്ള ശ്രമമാണ് ഫയർഫോഴ്സ് നടത്തുന്നത്. അതിന്റെ ആദ്യപടി എന്ന നിലക്കാണ് ഈ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഓവിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോഴും അത് നടത്തുന്നത്. ഒപ്പം അവിടെ നിന്ന് അതൊരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ആ തരത്തിൽ അവിടെ ഓവ് പൂർണ്ണമായും ഓവിൽ എന്തെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന് അത് വ്യക്തമാണ്. അവർ നീണ്ട കമ്പ് ഉപയോഗിച്ചുകൊണ്ട് മറ്റോ അതിനുള്ളിലേക്ക് അവർ ഓരോന്നിലേക്കും കുത്തി നോക്കുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്.